ഹലോ കൂട്ടുകാരെ. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ഗുരുഗ്രാം അഥവാ ഗുർഗോൺ അത് സാറ്റലൈറ്റ് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഒരു ഫിനാൻഷ്യൽ ടെക്നോളജിക്കൽ ഹബ്ബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പ്രോപ്പർ ഡൽഹിയിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്താൽ നമുക്ക് അവിടേക്ക് ഒരു 1 അവർ എങ്കിലും ട്രാവൽ ഉണ്ട്. മെട്രോയിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ അവിടെ എത്താം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറയാം ഹരിയാനയുടെ ഒരു ഭാഗമാണ്. ഹരിയാനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ശരിക്കും ഹരിയാനയിലുള്ള ആൾക്കാർ ഡൽഹിയിലേക്ക് ദിവസം പോയി വന്ന് വളരെ എളുപ്പമാണ് അവർക്ക് പോയി വരാനായിട്ട്. നമ്മുടെ മെട്രോയുടെ ആ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനും അവിടെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ സ്പേസ് ഉണ്ട്. ചെറുതായിട്ട് നമുക്ക് ഇരിക്കാം, ഈവനിങ് അങ്ങനെയും കുറേ സ്പേസ് ഉണ്ട്. അത്യാവശ്യം റെസ്റ്റോറൻറ്റ്സ് ഫുഡ് കഴിക്കാൻ എനിക്കൊന്ന് ഡൽഹീൻ്റെ മെയിൻ പഹർഗഞ്ച് പോലുള്ള സ്ഥലത്തെ വെച്ച് നോക്കാമെങ്കിൽ ഭയങ്കര ഭേദമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡൽഹീൻ്റെ ചൂട്. ഡൽഹി ഭാഗത്തുണ്ടാകുന്ന ചൂട് ഹ്യൂമിഡിറ്റി ആണോ ഹരിയാനയിലതാണോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ അത്ര പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെയും ട്രാവലിന് ഇവിടെ എല്ലാവരും കൂടുതൽ സൈക്കിൾ റിക്ഷയാണ് ഉപയോഗിക്കുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് അവരെ വിളിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഒന്ന് ഫുൾ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ആയിട്ടും പോകാൻ പറ്റും. നമുക്ക് ശരിക്കും ഇവിടെ എത്തിയപ്പം ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തിരിച്ചു പോകണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് വേഗം ജസ്റ്റ് ഓടിച്ചെല്ലാം കണ്ടിട്ട് ഞങ്ങൾ ബർഗർ കിങ്ങിൽ പോയിട്ട് ബർഗറും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ചു. പിന്നെ ക്ലൈമറ്റ് ഇതുവരെ അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ട് എല്ലാവർക്കും ചുമയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും നമ്മൾ തണുത്ത ഫുഡ് കഴിക്കേണ്ടെന്നൊരിതാണ്. എന്നിട്ട് അവസാനം കിട്ടിയത് തണുത്ത കോളയാണ്. ഞാൻ ഒരിക്കലും ഈ കോള അങ്ങനെയുള്ളതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ജസ്റ്റ് 1 സിപ്പ് കഴിച്ചിട്ട് ഏട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി അത് ഒഴിവാക്കിയാണ് ചെയ്തത്. ചൂട് കാരണം നമുക്ക് കുടിക്കണമെന്ന് തോന്നുമെങ്കിലും ഇതാണല്ലോ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് തിരിച്ച് മെട്രോയിലൂടെ വീട്ടിലെത്തി. അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ കാണാം. ബൈ.